ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ടെംപിയുടെ 004C മോഡുകളും ടെംപിയുടെ 009D മോഡുകൾ വേർഷൻ 1 രണ്ടും വേർഷൻ 1.1 1.1 ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു വില വരുന്നത് ഈ മോഡലിന് ഏകദേശം 1300 രൂപയും ഇത് ഏകദേശം 900 രൂപയ്ക്കും അകത്താണ് ഇതിൻ്റെ വില വരുന്നത്. പല കടയിലും പല വിലയാണ്. എന്നാലും എനിക്ക് കിട്ടിയ വിലയാണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു നീല ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിനകത്ത് സാധാരണ ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു വ്യത്യാസം എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് വോളിയം കൺട്രോൾ ഈ ഒരു ഭാഗത്തായിട്ട് വോളിയം കൺട്രോളും പ്രിവ്യൂ നെക്സ്റ്റ് അടിക്കാൻ വേണ്ടി ഒരു കൺട്രോൾ ഇവിടെയും പിന്നെ ബാക്കി ഇതിനകത്ത് ഈ പ്രസ് ചെയ്ത് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോൾഡറൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രസ് ചെയ്തിട്ട് ഫോൾഡർ സെലക്ട് ചെയ്യുന്ന സംവിധാനമെല്ലാം നമുക്ക് ഇതിനകത്ത് ഇവിടെ ലഭ്യമാണ്. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് USB വഴി നമുക്ക് FM റേഡിയോ എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ SDMMC കാർഡ് നമുക്ക് ഇതിൽ വലിയ കാർഡൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇതിനകത്ത് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് ഇവിടെ ഒരു ചെറിയ മെമ്മറി TF കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ FM നമുക്ക് പെൻ ഡ്രൈവ് വഴി ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പെൻ ഡ്രൈവിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ ബാക്കിയുള്ള നാവിഗേഷൻ സ്വിച്ചസ് എല്ലാം നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്വിച്ചായിട്ട് തന്നെയാണ് വരുന്നത്. ഇതുപോലത്തെ ഈ ഒരു മോഡുകളിലുള്ള പോലെ കൺട്രോളിങ് ഇല്ല. വോളിയം കൺട്രോളും നെക്സ്റ്റും എല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സ്വിച്ച് തന്നെ ചെയ്യേണ്ടി വരും. അതിലൊരു കുറവായിട്ട് ഈ ഒരു സാധനത്തിൽ നിന്നും കുറച്ച് കുറവായിട്ടുള്ളത് ഈ ഒരു സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിപ്പുകളുടെ ആ ഒരു ഇതാണ്. അത് നമുക്ക് ബാക്കിലോട്ട് പോയി നോക്കാം. ഇവിടെ ചിപ്പുകളുടെ ഒരു ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 14B5A എന്ന് പറയുന്ന ചിപ്പുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ABയുടെ ഈ കാണുന്ന ചിപ്പും ഈ കാണുന്ന ചിപ്പുമാണ് ഇവിടെ ഓഡിയോയ്ക്ക് വേണ്ടി ബ്ലൂടൂത്തിന് വേണ്ടി എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ഒരേ ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. രണ്ട് മോഡ്യൂളിനും സെയിം ഓഡിയോ ക്വാളിറ്റി. ഒരു പെൻ ഡ്രൈവ് എടുത്ത് നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ രണ്ടിനകത്തും സെയിം ഓഡിയോ ക്വാളിറ്റിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഓഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ അവിടെ പോയി നോക്കണം. കാര്യം യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഓഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഈ ചിപ്പ് രണ്ടും ഒന്നായത് കൊണ്ട് തന്നെ രണ്ടിനും സെയിം ഓഡിയോ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ചിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ LCD ഈ ഒരു മോഡ്യൂളിൻ്റെ LCD പാനലിന് വേണ്ടിയിട്ടുള്ള മോഡ്യൂളിൻ്റെ ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിപ്പ് അവർ അഡീഷണലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിപ്പ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിപ്പാണ്. പിന്നെ കൂടാതെ തന്നെ ഇതിനകത്ത് അവർ ഇവിടെ ഒരു ചിപ്പൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ അപ്ഡേഷൻ അവരുടെ അടുത്ത അപ്ഡേഷൻ്റെ ഒരു ഇതായിരിക്കും. ആ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് ഈ ഒരു വേർഷൻ 1.1 ചിലപ്പോൾ ഇനി വേർഷൻ 1.2 ഇറങ്ങും. ആ സമയത്തൊക്കെ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സജ്ജീകരണങ്ങളൊക്കെ കാണും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചിപ്പിൻ്റെ ഇത് അവർ അവിടെ വിട്ടിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ രണ്ട് ചിപ്പുകളും വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിലാണ്. ഈ രണ്ട് മോഡ്യൂളുകളും വർക്കാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് 2 ആമ്പിയറോ 1 ആമ്പിയറോ 3 ആമ്പിയറോ ഒന്നും വേണ്ട. ഇതിനൊരു മാന്യമായിട്ടൊരു 500 മില്ലി ആമ്പിയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വർക്കാവും. അത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. 500 മില്ലി ആമ്പിയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വർക്കാവും. നിങ്ങൾക്ക് ഒരു 12 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC വെച്ച് നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്ത് കൊടുത്താലും ഈ സാധനം വർക്കാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ചില ക്ലാസ് D ബോർഡുകളിൽ നോയ്സ് വരാനുള്ള ചാൻസ് കാണുന്നു. പെയറിംഗ് നോയ്സ് ചില ക്ലാസ് D ബോർഡുകളിൽ വരുന്നുണ്ട്. ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. നമ്മൾ ചില ക്ലാസ് D ബോർഡുകളിൽ ഇതിൻ്റെ ഒരു ബ്ലൂടൂത്തിൻ്റെ ആ ഒരു ഫ്രീക്വൻസി വലിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു മോഡിൽ നിന്ന് വലിച്ചെടുത്തിട്ട് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വഴി ആ ഒരു സൗണ്ട് കിക്കി ഉള്ള അങ്ങനെയുള്ളൊരു സൗണ്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു രണ്ട് മോഡ്യൂളിൽ നിന്നും അങ്ങനത്തെ ഒരു പെയറിംഗ് നോയ്സ് ഒക്കെ വരുന്നുണ്ട്. ചില ക്ലാസ് D ബോർഡുകളിലാണ് അത് ഞാൻ കണ്ടത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് കുറച്ചൊന്ന് മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വച്ച് നോക്കിയാലോ അല്ലെങ്കിൽ വയറൊക്കെ ഒന്ന് ഒതുക്കി കൊണ്ടുപോയാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ സെയിം മോഡ്യൂളും അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്രശ്നം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ മഞ്ഞ കളറിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. കൂടാതെ തന്നെ ഈ ഒരു മോഡ്യൂളിൻ്റെ ഔട്ട്പുട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ മോഡ്യൂളിന് സെയിം തന്നെയാണ്. സെയിം കണക്ടറൊക്കെയാണ് വരുന്നത്.
ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വോൾട്ടിൻ്റെ ഒരു ഇൻപുട്ട് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് 12 വോൾട്ട് ഒരു സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് വ്യത്യാസമായിട്ട് ഉള്ളത്. അല്ലാതെ വേറെ ഒരു വ്യത്യാസമില്ല. ഇതിൻ്റെ സെയിം ഓഡിയോ ക്വാളിറ്റി ആണ്. പിന്നെ ഡിസ്പ്ലേക്ക് വരുന്ന പ്രധാനമായിട്ട് ഡിസ്പ്ലേക്ക് ഇതിന് ഗ്രാഫിക്സ് ഉള്ളൊരു രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് മാത്രമാണ് ആ ഒരു ഡിസ്പ്ലേക്ക് ഒരു വ്യത്യാസമായിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് വാങ്ങുമ്പോൾ ലാഭം ഈ ഒരു സാധനമാണ്. സെയിം ഇതിൻ്റെ അതേ ഓഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടും. എന്നാൽ ലാഭം നമുക്ക് ഇത് തന്നെയാണ്. ഇത് കുറച്ച് പൈസ ചിലവുള്ള പരിപാടിയാണ്. എന്നാലും 10, 300 രൂപ കൂടുതലാണ് ഇതിനെക്കാട്ടി. എന്നാലും 10, 300 അല്ല, ഒരു 400 രൂപ വരെയൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതാണ് നല്ലത്. എന്നാൽ ഒരു കാണാൻ ഭംഗി ഇതാണ്. വർക്കിംഗ് ഗുണം രണ്ടും ഒന്നുപോലെ തന്നെയാണ് വരുന്നത്. ഇതുപോലെയും ഇതിനെക്കാട്ടിയും ചെറുതുമായിട്ടുള്ള ഇതേപോലത്തെ നീല ഡിസ്പ്ലേ വന്നിരുന്ന ഒരു മോഡൽ പണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മോഡലിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഇത് രണ്ടിനും ഇല്ല എന്ന് ഞാൻ പറയും. ഈ 2 മോഡലിനും അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഇല്ല. ഇപ്പോൾ ആ മോഡൽ ചില കടകളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ആ മോഡൽ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിനാണ് നല്ല ഓഡിയോ ക്വാളിറ്റി. ഇതിനെക്കാട്ടി ഓഡിയോ ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് ഇതിനെക്കാട്ടി വില കുറവായിരുന്നു. ഇതിനെക്കാട്ടി 100 രൂപ കൂടുതലുമായിരുന്നു. പക്ഷേ ആ ഒരു മോഡലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റും ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ മോഡലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒറിജിനൽ കയ്യിലുള്ള ആൾക്കാർ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. കാര്യം അത് നല്ല ഓഡിയോ ക്വാളിറ്റിയുള്ള ഒരു മോഡലാണ്. കാര്യം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 ബിറ്റിൻ്റെ ഒരു നല്ല അടിപൊളി ഡാക്കാണ്. പിന്നെ മീഡിയ ടെക്കിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു പ്രോസസ്സർ, ബ്ലൂടൂത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സറും കൂടെ മീഡിയ ടെക്കിൻ്റെ ചിപ്പ് അവരവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മോഡ്യൂളിന്. ഇതിനകത്തെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ എബിയുടെ ഒരൊറ്റ ചിപ്പ് മാത്രമാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. മറ്റേതിന് സെപ്പറേറ്റ് ഒരു ഓഡിയോ ചിപ്പും സെപ്പറേറ്റ്, അതൊരു 16 ബിറ്റിൻ്റെ ഡാക്കും പിന്നെ ഒരു ചെറിയ ഒരു മീഡിയ ടെക്കിൻ്റെ ഒരു പ്രോസസ്സർ, ഒരു ചിപ്പ് വന്നിട്ട് ആ ഒരു ചിപ്പ് ബ്ലൂടൂത്തിന് വേണ്ടിയും കൂടെ ഉള്ളത് ആയിരുന്നു. അപ്പം നല്ല ഒരു മോഡ്യൂളായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പാട്ട് വലിയ ഫയലുകൾ ഒരു 60-70 MB മുകളിലുള്ള ഫയലുകൾ നമ്മൾ കൊടുത്തിട്ട് നെക്സ്റ്റ് ഈ ഒരു സ്വിച്ചിങ്ങിനെ നെക്സ്റ്റോ അല്ലെങ്കിൽ ഇതിന് ബാക്കിലോട്ടോ അടിക്കുന്ന സമയത്ത് അത് സ്റ്റക്കായി നിന്ന് ഓഫായി പോകുന്നൊരു പ്രശ്നം ആ ഒരു മോഡ്യൂളിനുണ്ടായിരുന്നു. ആ ഒരു മോഡ്യൂളിന് അത് മാത്രമായിരുന്നു പ്രശ്നം. പക്ഷേ സൂപ്പർ ഓഡിയോ ക്വാളിറ്റി ആയിരുന്നു. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാർ അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ആ ഒരു മോഡ്യൂളിന് ഇല്ല എന്നുള്ളതാണ്. ഇതിന് നല്ല ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിയും നല്ല ഓഡിയോ ക്വാളിറ്റി ആയിരുന്നു ആ ഒരു മോഡ്യൂളിന്. പിന്നെ നമുക്കിതിന് നല്ലൊരു കളറേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാസ്റ്റബിൾ മിഡ് ബോർഡ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു കളറേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. മറ്റേ പകാരിയ മോഡുകളിനൊക്കെ അതില്ലെങ്കിലും നമുക്ക് അത്യാവശ്യത്തിൽ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് വരുന്നതും ഈ പറഞ്ഞ പോലെ ഒരു 16 ബിറ്റിൻ്റെ ഒരു ഡാക്ക് ഔട്ട്പുട്ടും കൂടെയാണ് അവർ ഇതിനകത്ത് അവകാശപ്പെടുന്നത്. ഈ ഒരു മോഡ്യൂളിന് അവകാശപ്പെടുന്നത് 16 ബിറ്റ് ഡാക്കിൻ്റെ ആണ് ഒരു ഓഡിയോ ക്വാളിറ്റി. അപ്പോൾ രണ്ടും നല്ലതാണ്. പിന്നെ പൈസയുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഓഡിയോ ക്വാളിറ്റി ഞാൻ ഓഡിയോ ചെക്ക് ചെയ്തൊരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് നിങ്ങൾ നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമുക്ക് നല്ലൊരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ ഉണ്ട്. ഡൈ ഓഡിയോ ഇന്ത്യൻസ് എന്ന് പറയുന്ന നല്ലൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനകത്ത് വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും അതിനകത്ത് സംസാരിക്കാം. കൂടാതെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഓഡിയോ ഡിസൈനിങ്, സർക്യൂട്ട് ഡിസൈനിങ്, പിന്നെ ഓഡിയോ ബോർഡ് നിർമ്മിക്കുന്ന ആൾക്കാരൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം. ഓഡിയോയുമായിട്ട് സംശയമുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് പല സഹായങ്ങളും അതിനകത്ത് നിന്ന് കിട്ടും. കാര്യം കിട്ടാത്ത സാധനങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, ഏത് കടയിൽ നിന്ന് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ഡൈ ഓഡിയോ ഇന്ത്യൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ലിങ്ക് വഴി ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളുടെ വർക്കിംഗ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ കയറി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് കിടക്കുന്ന വീഡിയോകളെല്ലാം കാണാം. അതിനകത്ത് ഞാൻ ഇതിൻ്റെയൊക്കെ വർക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്നും എല്ലാ ദിവസവും ഈ ഓഡിയോ സംബന്ധമായിട്ടുള്ള ആംപ്ലിഫയർ സംബന്ധമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുമായിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.